കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ അടിമാലി ടൌണിൽ നാലുവരിപ്പാത വികസനം ചർച്ച ചെയ്ത് എംപി ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. നാലുവരിപ്പാതയിലെ ഡിവൈഡർ നിർമ്മാണത്തിൽ വ്യാപാരി വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുകയും വ്യാപാരികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയുമെന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ അടിമാലി ടൌണിൽ നാലുവരിപ്പാതയുടെ വികസനം ചർച്ച ചെയ്യാൻ എംപി ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. അടിമാലി ടൌണിൽ അമ്പലപ്പടി മുതൽ സർക്കാർ ഹൈസ്കൂൾ വരെയാണ് നാലുവരി പാതയാക്കുന്നത്. ടൌൺ വികസനത്തിന് 160 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നാലുവരി പാതയിലെ ഡിവൈഡർ നിർമ്മാണത്തിൽ വ്യാപാരി വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുകയും വ്യാപാരികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് യോഗം ചേർന്നത്. കാംഗോ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന ഡിവൈഡർ ഓപ്പണിംഗ് അനുവദിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. നേരത്തെ നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റ് പ്രകാരം അടിമാലി ടൌണിൽ ഡിവൈഡറുകൾക്കിടയിൽ 3 ഓപ്പണിംഗുകൾ മാത്രമാണ് അനുവദിച്ചിരുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം, ബസ് സ്റ്റാൻഡിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം, സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു ഇത്. വ്യാപാരികളുടെ ആവശ്യപ്രകാരമാണ് 4ാമത് കാംഗോ ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചത്. അടിമാലി ടൌണിലേക്ക് പ്രവേശിക്കുന്ന കാംഗോ ജംഗ്ഷനിൽ കൂടി ഡിവൈഡർ ഇല്ലാത്ത ഓപ്പണിംഗ് വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ടൌണിൽ മറ്റ് ഗതാഗത കുരുക്കോ തടസ്സങ്ങളോ ഉണ്ടായാൽ ബൈപ്പാസ് പോലെ ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കാംഗോ ജംഗ്ഷനിൽ കൂടി 4ാമതൊരു ഓപ്പണിംഗ് അനുവദിക്കണമെന്ന് യോഗത്തിൽ വ്യാപാരികൾ ആവശ്യപ്പെട്ടത്. ടൌണിൽ ആളുകൾക്ക് റോഡ് മുറിച്ചു കിടക്കുന്നതിന് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു. റീജിയണൽ ഓഫീസറുടെ അനുമതിയോടെ ഇത് നടപ്പിലാക്കുന്നത് പരിശോധിക്കുമെന്ന് എംപി യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അഡീഷണലായിട്ട് അനുവദിച്ച് കിട്ടിയതായ 160 കോടി രൂപയുടെ എക്സ്ട്രാ വർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിമാലി ടൗൺ നാലുവരി പാതയാക്കുന്നതാണ്. ഇപ്പോൾ എറണാകുളം ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേ അടിമാലിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അടിമാലി പട്ടണത്തിൻ്റെ ആദ്യ ഭാഗത്തും കാംഗോ ജംഗ്ഷനിൽ ഒരു ഓപ്പണിംഗ് വേണം, ഡിവൈഡർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു ആവശ്യം വളരെ ശക്തമായിരുന്നു. കാംഗോ ജംഗ്ഷനിൽ കൂടി ഡിവൈഡർ ഇല്ലാതെ അവിടെ ഓപ്പണിംഗ് വേണം എന്നുള്ള ഒരു പൊതു ആവശ്യം ബുദ്ധിമുട്ടും. കാരണം ടൗണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കാംഗോ ജംഗ്ഷൻ്റെ ആ ഭാഗത്തുള്ള ആ റോഡാണ് കർണാടക ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റോഡിൽ സുഗമമായി വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവിടെയും ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ അങ്ങനെ 4 ഓപ്പണിംഗ് അടിമാലി ടൗണിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുക്കുന്ന നടപ്പാത പൂർണ്ണമായും കൈവരികൾ വെച്ച് കെട്ടിയടക്കില്ല. വ്യാപാരികളുടെ ആവശ്യപ്രകാരം തടസ്സമുണ്ടാകുമെന്ന് കരുതുന്ന ഭാഗങ്ങൾ മാത്രം കണ്ടെത്തി കൈവരികൾ ഒഴിവാക്കി നൽകാനും യോഗം തീരുമാനിച്ചു. റോഡ് മുറിച്ചു കിടക്കാനായി ഒരിടത്ത് നടപ്പാത അനുവദിക്കും. വ്യാപാരികളുടെ കടകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് ഓപ്പണിംഗുകൾ, പാർക്കിംഗ് സ്ഥലം എന്നിവ സാധ്യതകൾ പരിശോധിച്ച് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് യോഗത്തിൽ എംപി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എംഎൽഎ എഫ് രാജ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ പി പ്രദീപ് കുമാർ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ ബേബി, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.